ജലം, ജീവൻ ലയിച്ചതെന്നാണ് ജലത്തിൻ്റെ അർത്ഥം. അത് ഇത്രയധികം മെമ്മറി കപ്പാസിറ്റി ഉള്ള മറ്റൊരു സാധനം ഇല്ലെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഒരു ശകലം വെള്ളം ഒരു സോഴ്സിൽ നിന്ന് എടുത്തിട്ട് ഇത് നല്ലതെന്ന് പറഞ്ഞിട്ട് അതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോളിക്കുലർ സ്ട്രക്ചർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സെയിം സോഴ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇത് കൊള്ളത്തില്ല, ഇത് ചീത്തയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ മാറും. റേക്കി കംപ്ലീറ്റ്ലി സേഫ് ആണ്, ബിക്കോസ് ഇറ്റ്സ് എ ലവ് ആൻഡ് ലൈറ്റ് എനർജി. പ്രേമത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഊർജ്ജമാണ് റേക്കി. അതുകൊണ്ട് ആർക്കും റേക്കി വെച്ച് ഇത് ഇംബാലൻസ്ഡ് ആയാൽ മൂലാധാരം, നമ്മുടെ ബേസിക് നെസസിറ്റീസ് എല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് റൂട്ട് ചക്ര എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, സെക്യൂരിറ്റീസ് ഇൻ ലൈഫ് ഇതെല്ലാം റൂട്ട് ചക്ര ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു തടസ്സം ഇംബാലൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാവും, അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാകും, ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ഡോക്ടർ വിനൂപ് ജയ്പാൽ സർ, നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ എനർജി പോയിന്റ്സ്, ചക്രാസ് എന്ന് നമ്മൾ പറയും. ഈ ചക്രാസിൽ എന്തെങ്കിലും ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ജീവിതത്തിൽ ഒരു മാറ്റം വരും, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ വരും എന്നൊക്കെ ഇങ്ങനെ പല ആചാര്യന്മാരും പറയാറുണ്ട്. ഈ റേക്കിയിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും. ഏതൊരു എനർജി ഹീലിങ്സും നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഈ ചക്രാസിലായിരിക്കും. ഈ ചക്രാസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് കുറേ നാഡീവ്യൂഹങ്ങളുണ്ടല്ലോ, ഇത് ഒരുമിച്ച് കൂടുന്ന ചില ജംഗ്ഷൻസ് ഉണ്ട്. അവിടെ ഒരു എനർജി വോർടെക്സ് ഉണ്ടാകും. ഈ എനർജി വോർടെക്സുകളെയാണ് നമ്മൾ ചക്രാസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് 576 എനർജി വോർടെക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ചെറുതാക്കി നമ്മൾ പ്രധാനപ്പെട്ട 7 ചക്രങ്ങൾ എന്ന് പറയാം. ഈ ചക്രങ്ങൾ നമ്മുടെ ലൈഫായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഈ ചക്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്ന അനുസരിച്ചിരിക്കും. ഈ ചക്രങ്ങളുടെ പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 7 പ്രധാനപ്പെട്ട ചക്രങ്ങളുണ്ട്. ഓരോ ചക്രങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് റൂട്ട് ചക്ര, മൂലാധാര ചക്രം എടുക്കാം. മൂലാധാര ചക്രം സ്പൈൻ്റെ ടിപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു നിറമുണ്ട്, അതിനൊരു ശബ്ദമുണ്ട്, അതൊക്കെ ഉണ്ട്. ഇത് ഇംബാലൻസ്ഡ് ആയാൽ മൂലാധാരം, നമ്മുടെ ബേസിക് നെസസിറ്റീസ് എല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് റൂട്ട് ചക്ര എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, സെക്യൂരിറ്റീസ് ഇൻ ലൈഫ് ഇതെല്ലാം റൂട്ട് ചക്ര ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു തടസ്സം ഇംബാലൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാവും, അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാകും, ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ഇതൊക്കെ അവിടെ വരാം. ഇങ്ങനെ ഓരോ ചക്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് സാർ പറഞ്ഞതുപോലെ റൂട്ട് ചക്രയിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആളുടെ ലൈഫിൽ ഇതുപോലെ ഒരു സാമ്പത്തിക പ്രശ്നം വന്നു. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സാമ്പത്തിക പ്രശ്നമാണ്. മാനസികമായിട്ടും അല്ലെ അവരുടെ റിലേഷൻഷിപ്പുകളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുക? റേക്കി ഞാൻ പറഞ്ഞു, നമ്മൾ റേക്കി ഹീലിംഗ് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കൈകളിലൂടെ ഓരോ എനർജി പോയിന്റ്സ് അല്ലെങ്കിൽ ചക്രാസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ റേക്കി എനർജി, ആ പോസിറ്റീവ് എനർജി കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്യണം. അതിൻ്റെ തിരിച്ച് ആ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമുക്ക് ടച്ച് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഡിസ്റ്റന്റ് ആയിട്ട് നമുക്ക് അവിടേക്ക് റേക്കി കൊടുത്ത് അതിനെ ബാലൻസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ചക്രാസിനെ ബാലൻസ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. റേക്കി എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ലൈക്ക് ഇപ്പം നമുക്ക് റൂട്ട് ചക്ര തന്നെ എടുത്താൽ അതിന്റെ നിറം റെഡ് ആണ്. അപ്പൊ ആ റെഡ് കളർ വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാം. ഇനി അതിന്റെ ശബ്ദം ലം ആണ്. അപ്പൊ ലം കേട്ടിട്ടുണ്ടോ? ബീജമന്ത്ര ലം, അത് ചാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മൂലാധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യാം. മൂലാധാര ചക്രത്തിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഭൂമിയാണ്. അപ്പൊ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, ഭൂമിയായിട്ട് ചെരുപ്പിടാതെ ഭൂമിയായിട്ട് ഭൂമിയിലിരിക്കാം, നടക്കാം, ട്രീസ്, പ്ലാന്റ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് റേക്കി, എക്സ്റ്റേണൽ റേക്കി എനർജി കൊടുത്തിട്ടും നമുക്കതിനെ ബൂസ്റ്റ് ചെയ്യാം. ഈ റേക്കി ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി ഈസിയാണോ? അപ്പോൾ സിമ്പിൾ ആണ്. നമുക്ക് വേറെ ഒന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് റേക്കി ഇൻവോക്ക് ചെയ്യുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുക, നമുക്ക് ആ ഭാഗത്തേക്ക് റേക്കി കൊടുത്താൽ മതി. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾക്കിപ്പോ ഇതിന് മുൻപ് ഈ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരുപാട് കാര്യത്തിലുള്ളതാണ്. ഇപ്പൊ മതങ്ങളിലായാലും ഈവൻ യോഗ അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് പോലുള്ള കാര്യങ്ങളിലായാലും എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് പണ്ട് മുതലേ ഉള്ളതാണ്. ഈവൻ റേക്കി ഹീലിംഗും പണ്ട് മുതലേ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇത്രയും പോപ്പുലാരിറ്റി ഇപ്പോഴാണ് കിട്ടിയതെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എനർജി ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് എടുത്ത് കൊടുക്കുന്ന ഈ രീതി ഇപ്പോഴാണ് പോപ്പുലർ ആവാൻ കാരണം. അതെനിക്ക് തോന്നുന്നു ഇത്രയും ലളിതമാണത് ഒരാൾക്ക് അക്വയർ ചെയ്യാനുള്ളതായിരിക്കണം. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്കത് അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ ചാൻഡിങ് അല്ലെങ്കിൽ ഇത്തരം ക്രിസ്റ്റൽസ് പോലുള്ള ഇതൊന്നും റേക്കിയുടെ ഭാഗമല്ല.
ഇത് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുമായിരുന്നു. ഇതൊന്നും റേക്കിയുടെ ഭാഗമല്ല. റേക്കിയിൽ ബേസിക്കലി ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ കൈകളിലൂടെ ഒഴുകുന്ന റേക്കി എനർജി ആ ഭാഗങ്ങളിലേക്ക് കൊടുക്കുക, എന്നിട്ട് എനർജൈസ് ചെയ്യുക. ഇതിപ്പോ നമുക്കൊരു ഇതിന്റെ ഒരു ഒതന്റിസിറ്റി, നമുക്കിപ്പം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരല്ലാതെയും ഈ പറഞ്ഞ പോലെ ഒരു യൂട്യൂബിലൊരു വീഡിയോ നോക്കിയാൽ എന്തും പഠിച്ച് ആരുടെ മുമ്പിലും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇതിന്റെ ഒരു ഒതന്റിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ എനർജി ഒരു സാധാരണ ഒരു മനുഷ്യന് ഇത് ചെയ്യുന്ന ഒരാൾ എങ്ങനെയായിരിക്കും അത് തിരിച്ചറിയുന്നത്, എങ്ങനെയായിരിക്കും ആ ഒരു എനർജി എന്നിൽ അതിലിപ്പോ നമുക്ക് അങ്ങനെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യാൻ ഒരു വഴിയില്ല ഇവിടെ. കാര്യം അവരെടുത്ത് ചെന്നിട്ട് നമുക്ക് എത്രത്തോളം ആ ഗുണകരമായ മാറ്റം ഉണ്ട് എന്ന് നമ്മുടെ ഫീല് മാത്രമേ അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. റേക്കിയാണ് കൊടുക്കുന്നതെങ്കിൽ റേക്കി ഒരു 1000കണക്കിന് എനർജി അല്ലെങ്കിൽ 100കണക്കിന് എനർജി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം ഒരുപോലെ സേഫ് ആണെന്ന് ഞാൻ പറയില്ല. റേക്കി കംപ്ലീറ്റ്ലി സേഫ് ആണ്, ബിക്കോസ് ഇറ്റ്സ് എ ലവ് ആൻഡ് ലൈറ്റ് എനർജി. പ്രേമത്തിന്റെയും പ്രകാശത്തിന്റെയും ഊർജ്ജമാണ് റേക്കി. അതുകൊണ്ട് ആർക്കും റേക്കി വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. റേക്കി എന്നുള്ള പേര് പറയുന്നുണ്ടല്ലോ, ശരിക്കും റേക്കി എന്നുള്ള അതിന്റെ ഒറിജിനൽ അല്ല, അല്ലാതെ ശരിക്കും അതിന്റെ മീനിങ് എന്താണ് റേക്കി എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി. അതൊരു ജാപ്പനീസ് പദമാണ് റേക്കി എന്ന് പറയുന്നത്. റേ എന്നാൽ യൂണിവേഴ്സൽ, കി എന്നാൽ ലൈഫ് ഫോഴ്സ് എനർജി. അപ്പോൾ യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി അല്ലെങ്കിൽ പ്രാപഞ്ചികമായ ജീവശക്തി അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ, അതാണ് റേക്കി എന്ന് പറയുന്നത്. റേക്കിയില് പല രീതിയിലുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട് ഞാൻ. അതിലൊരു വാക്കാണ് മണി റേക്കി. ഈ മണി റേക്കി എങ്ങനെയാണ് ഒരാൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇന്ന് ലോകത്ത് പലതരത്തിലുള്ള റേക്കി അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം മണി റേക്കി ഉണ്ട്, പെറ്റ് റേക്കി ഉണ്ട്, അനിമൽ റേക്കി ഉണ്ട്, കരുണ റേക്കി ഉണ്ട്, തൂമോ റേക്കി ഉണ്ട്, ഡ്രാഗൺ റേക്കി ഉണ്ട്, അങ്ങനെ പ്ലാൻ റേക്കി, ഹോം റേക്കി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റേക്കി ഉണ്ട്. ഇതൊക്കെ ഓരോ മാസ്റ്റേഴ്സിന് അവർക്ക് കിട്ടിയ ഇൻഡ്യൂഷൻസ് വെച്ച് അവർ ഡെവലപ്പ് ചെയ്ത റേക്കിയാണ്. അതിന് ഞാൻ ഈ പറയുന്ന റേക്കിയായിട്ട് യാതൊരു ബന്ധമില്ല. അവർ ആ പേരെടുത്തു എന്ന് മാത്രം, റേക്കി എന്നുള്ള പേരെടുത്തു എന്ന് മാത്രം. സാധാരണ നമ്മൾ റേക്കി എന്ന് കേൾക്കുന്നത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉസി റേക്കി അല്ലെങ്കിൽ ട്രഡീഷണൽ റേക്കി അല്ലെങ്കിൽ ഒറിജിനൽ റേക്കിയാണ്. അപ്പോൾ മണി റേക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മണി റേക്കി ഒബ്വിയസ്ലി അത് മണിയുമായി ബന്ധപ്പെട്ട ആ ഒരു സ്പിരിച്വൽ എനർജി ഓഫ് മണിയാണ് മണി റേക്കിയിൽ നമുക്ക്. പിന്നെ റേക്കിയുടെ തന്നെ വേറെ വേറെ ഭാഗങ്ങളിൽ ഏതിലെങ്കിലും ഈ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമുക്ക് റേക്കി കൊണ്ടുള്ള ഹീലിംഗ്, അതായത് നമുക്കിപ്പോൾ വന്നൊരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ അങ്ങനെ വന്നൊരു ആൾക്ക് ഒരു പേഷ്യന്റ് എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഇതുകൊണ്ടുണ്ടായ ഒരു ചേഞ്ച് അതൊരു എക്സ്പീരിയൻസിന്റെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറയുന്ന ഒരു വളരെ അത്ഭുതകരമായി തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ 2008 എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ബ്രെയിനിൽ എന്തൊരു വിഷയം ഉണ്ടായി. അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു ട്യൂമർ എന്നാണ് പറഞ്ഞത്. ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെന്നൈയിൽ കൊണ്ട് സർജറി ചെയ്യണമെന്നുള്ളത് നിശ്ചയിച്ചു. അങ്ങനെ ഇദ്ദേഹം പിന്നെ ചെന്നൈയിൽ കൊണ്ട്, അപ്പോൾ എനിക്ക് അന്ന് 2008 ഞാൻ എൻ്റെ കുറച്ച് ഞാൻ ടീച്ചറൊന്നുമല്ല, എൻ്റെ മാസ്റ്ററിൻ്റെ കുറച്ച് സ്റ്റുഡൻസ് എല്ലാവരും വിളിച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഞായറാഴ്ച രാത്രിയാണ് ചെയ്യുന്നത്. തിങ്കളാഴ്ച അവർക്ക് ഒരു ടെസ്റ്റും കൂടെ ഉണ്ടായിരുന്നു ചെന്നൈയിൽ ഹോസ്പിറ്റലിൽ. ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ ഒരു സാധനം കാണാനില്ല. ഓക്കെ, പിന്നെ സർജറി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു ഒരു 2 years കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും പോയി ചെക്ക് ചെയ്തു, പിന്നെ അതില്ല. ഇപ്പോഴും അവർ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കേസ്. ഇപ്പം ഇവൻ കോമ സ്റ്റേജിൽ പോയ ഒരു കേസുണ്ട്, തൃശ്ശൂരുള്ള ഒരു സാറ് സുനിൽ. അപ്പം അദ്ദേഹം നമ്മൾ ഹീലിംഗ് കൊടുത്തു. ഒരു കുറച്ച് ദിവസം ചെയ്ത് വന്ന് പതുക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ICU മാറ്റി റൂമിലേക്ക് എത്തി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അദ്ദേഹം ജോലിക്ക് പോകുന്നുണ്ട്. ഈ 4 ലെവലുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ റേക്കിയിൽ. അതിൽ ആദ്യത്തെ ലെവലായിട്ടുള്ള ലെവൽ 1 ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പം എൻ്റെ റേക്കി ഫസ്റ്റിന് എനിക്ക് ഫസ്റ്റ് ലെവലിന് ഡിഗ്രി എന്നാണ് പറയുക. ഫസ്റ്റ് ഡിഗ്രിക്ക് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് പ്രകാരം നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും. സെൽഫ് ഹീലിംഗ് അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ പ്രാക്ടീസ് സെൽഫ് ഹീലിംഗ് ആണ്. ഓക്കെ, ബേസിക്കലി റേക്കി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ശാരീരിക, മാനസിക, വൈകാരിക, സാമ്പത്തിക, കുടുംബപരവും ആത്മീയമായിട്ടുള്ള ആ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റേക്കി പഠിക്കുന്നത്. അതിന് സെൽഫ് ഹീലിംഗ് മസ്റ്റാണ്. നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പല ആൾക്കാരും ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് പ്രാക്ടീസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് ഒന്നും കിട്ടും. അതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കണം. ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞാൻ പറയും, നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് കാര്യമില്ല. ഡെയിലി അവിടെ പോയി വർക്കൗട്ട് ചെയ്താലേ മസിൽ വരുള്ളൂ. ആൻഡ് ഏതൊരാൾക്ക് അവരുടെ വിശപ്പ് മാറണമെങ്കിൽ ആര് ഭക്ഷണം കഴിക്കണം? ഭക്ഷണം കഴിക്കണം. ഓക്കെ, സെൽഫ് ഹീലിംഗ് ഇസ് എ മസ്റ്റ്. അത് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സെൽഫായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും.
റേക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മാത്രമല്ല മറ്റൊരാൾക്ക് നമുക്ക് ചികിത്സ ചെയ്യാൻ സാധിക്കും. അതെല്ലാം ഈ ലെവൽ 1 ലെവൽ 1 ഞാൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. മറ്റൊരാളെ ചികിത്സിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഡിഗ്രിയിൽ പഠിപ്പിക്കും. ഇനി റേക്കി ഒരു എനർജിയാണ്. എനർജിക്ക് ടൈം സ്പേസ് ബാരിയർ ഇല്ല. സ്പേസ് ബാരിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഭൂമിയിൽ ആർക്കും ഒന്ന് ചികിത്സ ചെയ്യാൻ പറ്റും. അതിനെ ഡിസ്റ്റന്റ് ഹീലിംഗ് എന്ന് പറയും. ഡിസ്റ്റന്റ് ഹീലിംഗ് ഞാൻ ഫസ്റ്റ് ഡിഗ്രിയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പല ആൾക്കാർ സെക്കൻഡ് ഡിഗ്രിയിലാണ് പഠിപ്പിക്കുക. ഞാൻ ഫസ്റ്റ് ഡിഗ്രിയിൽ പഠിപ്പിക്കും. അത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ഇടുന്നത് എങ്ങനെ, ഓക്കെ. പിന്നെ പാസ്റ്റ് ഹീൽ ചെയ്യാം. നമുക്ക് പാസ്റ്റിൽ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, അതിന്നും നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കുകയാണ്. ഒരാളുടെ മരണം, അല്ലെങ്കിൽ ഓഫീസിലുണ്ടായ ഒരു കാര്യം, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായ ഒരു കാര്യം, അതിന്നും നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാസ്റ്റിലേക്ക് എനർജി കൊടുത്ത് അതിനെ ഹീൽ ചെയ്ത് സൈമിൾട്ടേനിയസ്ലി നമുക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടാവും. ഓർമ്മ എവിടെ തന്നെ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ഇമോഷൻ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഫ്യൂച്ചറിൽ നമുക്കൊരു അറിയണം, ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെ നമുക്ക് ഫ്യൂച്ചർ കാര്യത്തിന് അത് നമുക്ക് ഇവിടുന്ന് ബ്ലസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഫുഡ് എനർജൈസ് ചെയ്യുന്ന എങ്ങനെ, വാട്ടർ എനർജൈസ് ചെയ്യുന്ന എങ്ങനെ, പിന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വിഷ് ഉണ്ടെങ്കിൽ ആ വിഷ് എങ്ങനെ റേക്കിലൂടെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, ചക്രാസ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡിഗ്രിയിൽ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വാട്ടർ എനർജൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അതെങ്ങനെയാണ് ആ പ്രോസസ്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓരോ മതത്തിന്റെ ഇതിലെടുത്ത് നോക്കിയാൽ അതിലെല്ലാം ഈ ഒരു ജലം അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജലം ജീവൻ ലയിച്ചതെന്നാണ് ജലത്തിന്റെ അർത്ഥം. അത് ഇത്രയധികം മെമ്മറി കപ്പാസിറ്റി ഉള്ള മറ്റൊരു സാധനം ഇല്ലെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഒരു ശകലം വെള്ളം ഒരു സോഴ്സിൽ നിന്ന് എടുത്തിട്ട് ഇത് നല്ലതെന്ന് പറഞ്ഞിട്ട് അതിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോളിക്കുലർ സ്ട്രക്ചർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സെയിം സോഴ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇത് കൊള്ളത്തില്ല, ഇത് ചീത്തയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോളിക്കുലർ സ്ട്രക്ചർ മാറും. അപ്പൊ നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും വെള്ളത്തിനെ വളരെ ആഴത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് യൂട്യൂബിൽ. ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് പ്രൂഫ്ഡ് ആണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ മാറ്റം വരുത്താൻ ഏറ്റവും നല്ല മീഡിയം വാട്ടറാണ്, ജലമാണ്. കാര്യം എന്താ, നമ്മൾ 70% വാട്ടറാണ്. അതായത് നമ്മുടെ കമാൻഡ്സ് അതിനകത്തേക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. അതിപ്പോ റേക്കി തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് അതിനോട് ആ ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ആ വെള്ളം അങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആകും. റേക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് അതിനകത്ത് എനർജി കൊടുത്ത് നമുക്ക് എന്താണോ വേണ്ടുന്നത് അതിനുള്ള അനുസരിച്ചുള്ള മാറ്റം ആ ശരീരത്തിൽ വരുത്താൻ പറ്റും. ഒരാള് ഒരു അസുഖമുള്ള ഒരാൾ, എന്തെങ്കിലും ഒരു അസുഖം, ഫോർ എക്സാമ്പിൾ നമുക്ക് തലവേദന, ഈ തലവേദന, സ്ഥിരമായി തലവേദന വരുന്ന ഒരാൾക്ക് ഈ എനർജി എങ്ങനെയാണ് ഈ വെള്ളത്തിൽ കൊടുത്തിട്ട് അയാളുടെ അസുഖം മാറ്റാൻ പറ്റുക? അയാൾക്ക് വെള്ളത്തിലൂടെ തന്നെയാണോ തലവേദന മാറ്റേണ്ടത്? നിർബന്ധമില്ല. ഏത് മീഡിയം നമുക്ക് യൂസ് ചെയ്യാം. ജലത്തിന്റെ കാര്യം പറഞ്ഞു അങ്ങനെ വരാറുണ്ട്. ഇപ്പം ദൂരെയുള്ള ആൾക്കാർക്ക് ഭയങ്കര വയറുവേദന, തലവേദന എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഹീലിങ്സ് അങ്ങനെ കൊടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഹീലിങ്സ് ഒന്നും എടുക്കാറില്ല. അപ്പം ഞാൻ അവരോട് പറയാ, ഒരു വലിയൊരു കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരും, വാട്സാപ്പിൽ അയച്ചു തരും. ഞാൻ ആ ഫോട്ടോയിൽ വെള്ളം എനർജൈസ് ചെയ്ത് അത് അവരോട് കുടിക്കാൻ പറയും. എന്നിട്ട് അതിൽ ഞാൻ കൊടുക്കുന്ന കമാൻഡ് അവർ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ സിമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ച് ആ വാട്ടറിനെ ഒന്ന് എനർജൈസ് ചെയ്ത് എന്നിട്ട് ആ വെള്ളം അവിടെ കുടിക്കാൻ. അപ്പൊ അത് കുടിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിൽ ആശ്വാസം കിട്ടുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. വെള്ളത്തിന് ടേസ്റ്റ് പോലും മാറ്റുന്നുണ്ടെന്ന് പറയാറുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഇത്ര ദിവസം ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഹീലിംഗ്, ഒരു തലവേദനയാണ്, അതിന് എത്ര ദിവസം ചെയ്യണം? ഇപ്പൊ തലവേദനയോ അല്ലെങ്കിൽ പല്ലുവേദന അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ 1-2 സെഷൻ മതിയാവും. അതിനപ്പുറത്തേക്കുള്ള സെഷൻ നിർബന്ധമായിട്ടും കുറച്ച് കൂടുതലും ചെയ്തേ മതിയാവുള്ളൂ. കാര്യം നമ്മൾ മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുകയൊന്നും അല്ല. ആ ബോഡിയെ കൊണ്ട് ആ ബോഡി ഹീൽ ചെയ്യുകയാണ്. അതിന് വേണ്ടുന്ന ഒരു സപ്പോർട്ടാണ്, എക്സ്ട്രാ സപ്പോർട്ടാണ് നമ്മൾ റേക്കി കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ബോഡി അതിലേക്ക് ഒന്ന് ഹീൽഡായി വരാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പൊ സാധാരണ നമ്മൾ ഏതൊരു അസുഖത്തിന് ട്രീറ്റ്മെന്റിന് വന്നാലും നമ്മൾ 21 ഡേയ്സിന്റെ മിനിമം ഹീലിംഗ് വേണമെന്ന് പറയാറുണ്ട്. കാര്യം അത്രയും നമുക്ക് കാര്യം നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ 2-3 സെഷൻ കൊണ്ടോ മാറ്റുമ്പോൾ നമുക്ക് പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയാറുണ്ട് നമ്മൾ 21 ഡേയ്സ് വേണമെന്ന്. ഒട്ടും പറ്റിയ നമുക്കൊരു 10 ദിവസം അല്ലെങ്കിൽ 11 ദിവസം ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ്, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ മക്കൾ തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് റേക്കി ഹീലിംഗ് വഴി ശരിയാക്കാൻ പറ്റുമോ? നല്ല നല്ല റിസൾട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ ചക്രാസ് എന്ന് പറഞ്ഞത് കൊണ്ട് വീണ്ടും പറയാം. ചക്രാസ്, അതിൽ അനാഹത ചക്രം എന്നൊരു ചക്രമുണ്ട്. നമ്മുടെ ഹാർട്ട് സെന്റർ ആണ്, ഹാർട്ട് ചക്രയാണ്. അപ്പോൾ ഈ ചക്രയാണ് നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്നേഹം, മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം തോന്നുന്നത്, മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന എല്ലാം നമ്മുടെ ഈ അനാഹത ചക്രത്തിന്റെ പ്രവർത്തനം മൂലമാണ്. അനാഹതം എന്നാണ് പറയുന്നത്, അൺസ്ട്രക്ട് ചക്രം.
അപ്പോൾ ബേസിക്കലി നമ്മുടെ റേക്കി അല്ലെങ്കിൽ എല്ലാ എനർജി ഹീലിങ്ങും ഈ ചക്രാസിലാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അനാഥ ചക്രം ഹീൽഡായി കഴിയുമ്പോൾ ബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ എല്ലാവരോടും പറയും, നമുക്ക് മറ്റൊരാളെയും മാറ്റാൻ സാധ്യമല്ല, മറ്റൊരാളെ നമുക്ക് മാറ്റാൻ സാധ്യമല്ല. പക്ഷെ നമുക്ക് നമ്മളിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മളിൽ നല്ല മാറ്റങ്ങൾ നമ്മൾ വരുത്തുമ്പോൾ നമ്മളുടെ ഔട്ടർ വേൾഡ് എക്സ്പീരിയൻസ് മാറും. ബിക്കോസ് നമ്മളുടെ ഔട്ടർ വേൾഡ് എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ ഇന്നർ വേൾഡിന്റെ റിഫ്ലക്ഷൻസ് മാത്രമാണ് തിരിച്ചറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നർ വേൾഡ് മാറുമ്പോൾ നമ്മുടെ ഔട്ടർ വേൾഡ് മാറും, സ്വാഭാവികമായിട്ട് മാറും. ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ റേക്കി പഠിച്ചതിന് ശേഷം അവരുടെ ഓഫീസിലെ ആൾക്കാർക്ക് നല്ല മാറ്റമുണ്ട്, വീട്ടുകാരാണെങ്കിൽ ഭയങ്കരമായിട്ട് മാറി. അവർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അപ്പോഴും മറ്റു വ്യക്തികൾ മാറുന്നില്ല, ഇവരിലാണ് മാറ്റം വന്നിട്ടുള്ളത്. ഇവരിൽ, അതായത് നമ്മളുടെ ഉള്ളിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. നമ്മളുടെ ഉള്ളിൽ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം മാറും. കാരണം നമ്മളുടെ ഉള്ളിലുള്ള വൂണ്ടുകളാണ് ഇത്തരം വ്യക്തികളെയും സാഹചര്യങ്ങളെയും അട്രാക്ട് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയും. ഓറയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓറ ഈസ് എ കംപ്ലീറ്റ് ഡിഫറെന്റ് മാറ്റർ. ലൈക്ക് ഓറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു എനർജി ഫീൽഡിനാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി റേക്കി എല്ലാ തലങ്ങളിലും വർക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ റേക്കി ചെയ്യുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് നമ്മുടെ ഓറയും ക്ലെൻസ്ഡ് ആവും, ഹീൽഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ റേക്കി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ലൈറ്റർ ഫീലിംഗ് ഉണ്ടാവുന്നത്. വലിയ അത്ഭുതം തന്നെയാണല്ലോ സിദ്ധാർത്ഥ്. പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പോ ഹാർട്ട് ചക്രയുടെ കാര്യം പറഞ്ഞു, അതിന്റെ തൊട്ടു മുകളിൽ ഒരു ചക്രയുണ്ട്, ത്രോട്ട് ചക്ര. അപ്പൊ ഈ ത്രോട്ട് ചക്ര നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, നമ്മുടെ സംസാരം, പെരുമാറ്റം, ഇതിനൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടല്ലോ. തീർച്ചയായിട്ടും അതും നമുക്ക് ഈ റേക്കിയിലൂടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാ ചക്രങ്ങളിലുമാണ് ഹീലിംഗ് കൊടുക്കുന്നത്. 7 ചക്രാസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നത്. അപ്പൊ ത്രോട്ട് ചക്ര നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം ത്രോട്ട് ചക്ര ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മളുടെ കാര്യം ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ത്രോട്ട് ചക്ര ഇമ്പോർട്ടൻ്റ് ആണ്. ത്രോട്ട് ചക്ര ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആശയങ്ങളെ വളരെ ഭംഗിയായിട്ട് മറ്റുള്ളവരിലേക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ ക്രിയേറ്റിവിറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കലാകാരന്മാർ, ഇപ്പം ഒരു വ്യക്തി അഭിനയിക്കുന്നത്, ഒരു കലാകാരൻ വരയ്ക്കുന്നത്, ഗായകൻ പാട്ട് പാടുന്നത്, എല്ലാം ത്രോട്ട് ചക്രയുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി പവർ കൊണ്ടിട്ടാണ്. ത്രോട്ട് ചക്രയിൽ മാത്രമല്ല, സ്വാധിഷ്ഠാന ചക്രം ക്രിയേറ്റിവിറ്റി വരും. അതുപോലെ വിശുദ്ധി എന്നാണ് നമ്മൾ പറയാറ്. ത്രോട്ട് ചക്രയ്ക്ക് വിശുദ്ധി, സർവ്വതിനെയും ശുദ്ധമാക്കാൻ കൽപ്പുള്ള ചക്ര. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ കളയാൻ, മനസ്സിലെ മാലിന്യങ്ങൾ കളയാൻ, നമ്മുടെ സാഹചര്യങ്ങളിലെ മാലിന്യങ്ങൾ പോലും മാറ്റി സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കാൻ ത്രോട്ട് ചക്ര നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അടുത്തത് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, അതായത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ മാറ്റം വരുത്താൻ, അതും നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ പറ്റും. നമ്മുടെ ചിന്ത കൂടുതലും ആജ്ഞചക്ര ബന്ധപ്പെട്ട, ഇരുപുരികങ്ങളുടെ മധ്യത്തിലാണ് ആജ്ഞചക്ര. ആജ്ഞചക്രയിൽ നമ്മൾ ഹീലിംഗ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എനർജീസ് ചെയ്യുന്ന സമയത്ത് നല്ല നല്ല ചിന്താധാരകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആജ്ഞ, നമ്മുടെ കമാൻഡിങ് പവർ ഇരിക്കുന്നത് അവിടെയാണ്. നമ്മുടെ ഇൻറ്റ്യൂഷൻസ്, നമ്മുടെ ക്ലെയർവോയൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ഷൻസ് ഓഫ് അവർ ലൈഫ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ദിശാബോധം, എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത്, ഞാൻ എന്താണ് ഈ ജന്മത്തിൽ ചെയ്യേണ്ടത്. ഇപ്പൊ ചില കുട്ടികൾ +2 കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അല്ലേ? അങ്ങനെ ഒരു ചില ആൾക്കാർ എന്ത് ജോലിയാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല, അവർക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പൊ ആജ്ഞചക്രം സ്ട്രോങ്ങർ ആകുമ്പോൾ അവർക്ക് ക്ലാരിറ്റി കിട്ടും. എന്താണ് എന്നിനുള്ളിലെ കഴിവുകൾ, എന്റെ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഉപയോഗമായിരിക്കും. തീർച്ചയായിട്ടും ക്ലാരിറ്റി കിട്ടും, ശരിക്കും വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും. നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്നുള്ളത്. ആൾക്കാർക്കോ എനിക്ക് അറിയില്ല സാർ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മളെ കുറിച്ചെല്ലാം റേക്കി ചെയ്യും. ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ മാറുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് ആ ക്ലാരിറ്റി കിട്ടും, എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്വാധിഷ്ഠാന ചക്ര. സ്വാധിഷ്ഠാനം നമ്മുടെ അടിവേറിലാണ് സ്വാധിഷ്ഠാനം. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ വൈകാരിക തലമാണ് സ്വാധിഷ്ഠാന ചക്രം കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഈ കാണുന്നതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നത് ആ സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവ് ആവുന്നതുകൊണ്ടാണ്. കൊച്ചുകുട്ടികൾക്ക് അത് ഓൾറെഡി എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അതിന് എന്തെങ്കിലും ഒരു ചെറിയ സാധനം മതി അതിനെ ആസ്വദിക്കാനായിട്ട്. ഇന്ന് നമ്മൾക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് ആസ്വദിക്കാൻ പറ്റാത്തൊരു നമ്മളിപ്പോൾ നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ എന്നുള്ളത്. ഈ സ്വാധിഷ്ഠാന ചക്രം ആക്റ്റീവ് അല്ലാതെ വരുന്ന ആൾക്കാർക്കാണ് ഈ ഡിപ്രഷൻ വരുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രം, നമ്മൾ റൂട്ട് ചക്രയെ കുറിച്ച് പറഞ്ഞിരുന്നു. റൂട്ട് ചക്രയുടെ എലമെന്റ് ഭൂമിയാണെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് തൊട്ട് മേലിലുള്ളതാണ് സ്വാധിഷ്ഠാന ചക്രം. സ്വാധിഷ്ഠാന ചക്രത്തിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ജലമാണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് ഡിപ്രഷൻ ഒന്നും വന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഡൗൺ ആയി പോകാറുണ്ടല്ലോ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ. ഇങ്ങനെ ഡൗൺ ആയി പോകുന്ന സമയത്ത് നമ്മൾ കുളിച്ചിട്ട് പുറത്തിറങ്ങിയാൽ നമ്മളൊന്ന് ഫ്രഷ് ആണോ അല്ലയോ? അങ്ങനെ ഇരിക്കുമ്പോൾ അല്ല ഒരു ബുദ്ധിമുട്ടുള്ളൊരു വിഷമമുള്ളൊരു സമയത്ത് ഒരു പുഴയുടെ തീരത്തോ കായൽ തീരത്തോ കടൽക്കരയിലോ കുറച്ചു നേരം ചെന്നിരുന്നു കഴിഞ്ഞാൽ
നമുക്കതൊരു മാറ്റം ഉണ്ടാവും. അതെ. അല്ലേ? നല്ലൊരു മഴ പെയ്യുമ്പോൾ നമുക്കുള്ളിലൊരു സന്തോഷം ഉണ്ടാവും. സന്തോഷമുണ്ട്. ഇതിന്റെ കാരണം മനസ്സിലായോ? ആ വാട്ടർ എലമെന്റ് നമ്മളുടെ ഉള്ളിലെ വാട്ടർ എലമെന്റ് അല്ലെങ്കിൽ സ്വാധിഷ്ഠാന ചക്രത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുണ്ടാകും. വ്യക്തമാകുന്നുണ്ടോ? മനസ്സിലായി. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മാറ്റം വരുന്നത്. അപ്പം ഡിപ്രഷൻ നമ്മൾ ഹീലിംഗ് സ്വാധിഷ്ഠാന ചക്രത്തിൽ നന്നായിട്ട് ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. അതായത് എല്ലാ മേഖലകളിലും നമുക്ക് തീർച്ചയായും. ഈ റേക്കി ചക്രാസ് വെച്ചിട്ട് എല്ലാത്തിലും മാറ്റം വരുത്താൻ സാധിക്കും. നമ്മളിപ്പം മണിപ്പൂര ചക്രയാണെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് ഇതെല്ലാം മണിപ്പൂര ചക്രയാണ് കിട്ടുന്നത്. അതിനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. നന്ദി സർ. താങ്ക് യു സർ. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.